PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 10th മെയിൻസ് നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ 10th മെയിൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു 100 ദിവസത്തെ ടൈം ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡേ 4 ആണ്. അപ്പോൾ നമ്മുടെ ടൈം ടേബിളിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 10th മെയിൻസ് എന്ന് പറയുന്ന നമ്മുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ 100 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ടൈം ടേബിൾ പ്രകാരം ഓരോ ദിവസത്തെയും ക്ലാസ്സുകളും നമ്മൾ തന്നെ തരുന്നുണ്ട്. ഓക്കെ, ഒരു ദിവസം പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണോ ആ കംപ്ലീറ്റ് ടോപ്പിക്സ് ഒരൊറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് 1 എന്ന് പറഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ആ ദിവസം പഠിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സായി പോകത്തില്ല, ഒരു ടോപ്പിക്ക് പോലും മിസ്സായി പോകത്തില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വീക്കിലി റിവിഷൻ ഉണ്ട്, അതുപോലെ എക്സാം ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ മുൻവർഷ ചോദ്യങ്ങളും റിവിഷനും അതുപോലെ SCRT ചാപ്റ്റേഴ്സും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ്. അപ്പോൾ ഇതുവരെയും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ മുതൽ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുന്നേ തന്നെ നല്ലൊരു രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈം ടേബിൾ ആണ്. വീട്ടമ്മമാർക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓരോ ദിവസവും കുറച്ച് ടോപ്പിക്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ടൈം ടേബിൾ ആണ്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഡേ 4 ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഡേ 4 നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ് ഇംഗ്ലീഷിൽ, പിന്നെ എക്കണോമിക്സിൽ ഇന്ത്യൻ എക്കോണമിക് പ്ലാനിംഗ്, 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ്, 7th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ, 8th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 11 ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇന്നത്തെ ദിവസം പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്ന 2 SCRT ചാപ്റ്ററും അതുപോലെ ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം ടേബിൾ പ്രകാരം ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഈ സെക്ഷൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 2 SCRT ചാപ്റ്റേഴ്സും ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസും അതും 3 നിങ്ങൾക്ക് ആ വീഡിയോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോ കണ്ട് പഠിക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോസിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടും കുറേ പേരായിട്ട് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയെന്ന് ചോദിച്ചിട്ട് കമന്റ് ചെയ്ത് കണ്ടു. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആകെ കുറച്ച് കാര്യങ്ങളാണ്, ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ 4 മിനിറ്റിലൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതുപോലും കേൾക്കാതെ ഡൗട്ട് ചോദിക്കുന്നവരോട് നമ്മൾ എന്താ പറയുക അല്ലേ? അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കേൾക്കുക. നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തതാവുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ വീഡിയോന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടി ഇപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഏകദേശം ഒരു 25-26 ദിവസമേ ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ആണ്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, അപ്പോഴാണ് നമ്മൾ ക്ലാസ്സുകൾ എങ്ങനെയാണ് തരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ എടുക്കാത്ത ടോപ്പിക്സ്, അപ്പോൾ സയൻസിലെ ടോപ്പിക്സ് വരാതിരുന്നപ്പോൾ നമ്മളത് എടുക്കാത്തതായതുകൊണ്ട് നമ്മൾ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എടുക്കാത്ത ടോപ്പിക്സ് ആണെങ്കിൽ നമ്മൾ എടുത്തു തരും. ഓൾറെഡി എടുത്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ കയറി നോക്കിയിട്ട് വീഡിയോസ് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് ഒന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേയധികം സംശയങ്ങളൊക്കെ ഇല്ലാതെയാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ താഴെ ലിങ്ക് പോയി നോക്കുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കണേ. ഓക്കെ, നോട്ട്സ് തയ്യാറാക്കി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ സമയത്ത് ആ നോട്ട്സ് വായിച്ചാൽ മതിയാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്